ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശുദ്ധീകരണ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 9 വീഡിയോ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ചെയ്തു. ഈ 9 വീഡിയോൻ്റെയും കമൻറ്റ് ബോക്സ് ഞാനൊന്ന് പരിശോധിച്ചു. പലതും വിചിത്രമാണ്, പലതും ചീത്തവിളിയാണ്, പലതും നമ്മൾ പറയാത്ത ആശയങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടുള്ള ചീത്തവിളികളാണ് ഞാൻ കേട്ടത്. എന്തായാലും ഈ 9 വീഡിയോയിലും ഞാൻ പറഞ്ഞു വെച്ചതും പറയാൻ ആഗ്രഹിച്ചതും ഒരൊറ്റ വിഷയമാണ്. ശുദ്ധീകരണ സ്ഥലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചല്ല. പകരം ശുദ്ധീകരണ സ്ഥലത്ത് ഒരു ആത്മാവ് ഉണ്ട് എങ്കിൽ തന്നെ ആ ആത്മാവിന് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യർക്ക് വെളിപ്പെടാൻ സാധിക്കുമോ, മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ, സംസാരിക്കാൻ സാധിക്കുമോ? അതായിരുന്നു ഒന്നാമത്തെ വിഷയം. 2, അങ്ങനെ ഒരു ആത്മാവിന് വേണ്ടി, അങ്ങനെ ഒരു ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തുണ്ടെങ്കിൽ അതിനു വേണ്ടി ഈ ഭൂമിയിലെ ഏതെങ്കിലും വ്യക്തികൾക്ക്, മനുഷ്യർക്ക് പ്രാർത്ഥനയോ പരിഹാരമോ പ്രവർത്തികളോ ചെയ്ത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ശുദ്ധീകരണ സ്ഥലത്തും തള്ളി സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു. ഇത് രണ്ടും സാധിക്കത്തില്ല എന്നുള്ളതായിരുന്നു നമ്മളിവിടെ പറഞ്ഞു വെച്ച വിഷയം. വിശുദ്ധ കുർബാനയ്ക്കെതിരെ നമ്മൾ സംസാരിച്ചിട്ടില്ല. മറ്റു കാര്യങ്ങൾക്ക് പലരും ഈ വീഡിയോ വൈകാരികമായി എടുത്തുകൊണ്ട് ഞാൻ വിശുദ്ധ കുർബാനയെ എതിർത്തു എന്ന രീതിയിലാണ് പലരും സംസാരിക്കുകയും കമൻറ്റ് ബോക്സിൽ എഴുതുകയും ചെയ്തത്. എന്നാൽ അതല്ല ഞാൻ പറഞ്ഞു വെച്ചത്. ഈ ശുദ്ധീകരണ സ്ഥലം എന്നൊരു സ്ഥലമുണ്ടെങ്കിൽ അത് ദൈവം ശുദ്ധീകരിക്കട്ടെ, ദൈവം ദൈവരാജ്യത്തിലേക്ക് എത്തിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ തുടർമാനം ഞാൻ ഈ 9 വീഡിയോയിലൂടെയും പറഞ്ഞത്. മാത്രമല്ല, ഇങ്ങനെയൊരു ആത്മാവിന് ഈ ഭൂമിയിൽ വരാൻ കഴിയില്ലെന്നും ഭൂമിയിലെ മനുഷ്യരുമായി സംസാരിക്കാൻ കഴിയില്ലെന്നും അത് യേശു പഠിപ്പിച്ചതാണ്. അത് യേശു സുവിശേഷത്തിലൂടെ വ്യക്തമാക്കുകയും ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിരിക്കുമ്പോൾ അവൻ്റെ മരണത്തിന് മുൻപ് ഇന്ന് എന്ന് പറയുന്ന ദിവസം അവനുണ്ടെങ്കിൽ ആ ടുഡേ, ആ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേരണം. കാരണം നല്ല കള്ളൻ അവൻ ക്രൂശേ കിടക്കുമ്പോൾ പോലും കർത്താവിനെ ഏറ്റു പറഞ്ഞത് അവൻ പറുദീസയിൽ ദൈവമായിരിക്കുന്ന സമയത്ത് ദൈവത്തോടു കൂടെ ആയിരിക്കാൻ അവൻ അനുഗ്രഹം ലഭിച്ചുവെങ്കിൽ അവസാന മണിക്കൂർ 12-ാം മണിക്കൂറാണെങ്കിൽ ആ അവസാന മണിക്കൂറിൽ വന്നവരും തുല്യനീതി, അനുഗ്രഹം, വാക്തത്വമായി ദൈവരാജ്യം കൊടുക്കാൻ ദൈവം തയ്യാറാണ് എന്ന് ദൈവം തുടർമാനം നമ്മളോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ ജീവിക്കുമ്പോൾ മാനസാന്തരപ്പെടാൻ താല്പര്യമില്ലാതെ മരിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും തള്ളിക്കയറ്റാൻ നിൽക്കുന്നത് അത് ദൈവികമല്ല, അതൊരിക്കലും ദൈവം കൊണ്ടുവരുന്ന ചിന്തയല്ല എന്നുള്ളതാണ് നമ്മൾ സ്ഥിരമായി പറഞ്ഞു വെച്ചത്. പ്രിയമുള്ളവരെ, ഈ 9 വീഡിയോ പറഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ അവസാനം പറയുമ്പോൾ ഒരു ചെറിയ സംഭവ കഥ നിങ്ങളോട് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സംഭവം നടക്കുന്നത് ഒരു ഹൈ റേഞ്ച് ഏരിയയിൽ നമ്മുടെ സുഹൃത്തിൻ്റെ സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. അതിൻ്റെ പേരുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ വ്യക്തമാക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ സംഭവം ഒന്ന് ചിന്തിക്കുക. അതായത് ഒരു സിസ്റ്ററിൻ്റെ, കന്യാസ്ത്രീയായ ഒരു വ്യക്തിയുടെ പിതാവ് മരണപ്പെടുന്നു. ഈ പിതാവ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഈ സിസ്റ്റർ ആയിരിക്കുന്ന ആ കോൺവെൻറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഇടവക പുരോഹിതൻ ഈ പറഞ്ഞ ദേവാലയത്തിൽ വരികയും ഈ ശുശ്രൂഷകൾ നടത്തുകയും ചെയ്യുന്നു. നമുക്ക് സാധാരണ അതറിയാം, ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ മരണ ശുശ്രൂഷകൾ നടത്തുന്നത്, മരണം വരുന്നാൾ ഓർക്ക് മർത്തിയാന്ന് ഈ പാട്ടൊക്കെ പാടി നമ്മളെ കാത്തലിക്സ് ഈ ശുശ്രൂഷകളിലൂടെയാണ് വളരെ വലിയ ബഹുമാനം മരിച്ച വ്യക്തിക്ക് കൊടുത്തിട്ടായിരിക്കാം ഈ ശുശ്രൂഷകൾ നടത്തുന്നത്. ശുശ്രൂഷയുടെ അവസാനം ഒരു വലിയ പ്രസംഗം, പ്രത്യേകിച്ച് സഭയുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളിൽ നിൽക്കുന്ന സിസ്റ്റേഴ്സോ അച്ഛന്മാരോ ഈ ഭവനത്തിലുണ്ടെങ്കിൽ പ്രസംഗം കുറച്ച് നീളും, കുറച്ച് ദീർഘിക്കും. സാധാരണഗതിയിൽ പ്രസംഗം പറയുന്നത് ഇടവക പുരോഹിതനാണെങ്കിൽ ഇത്തവണ പ്രസംഗം പറയാനായിട്ട് അവസരം ലഭിച്ചത് ഈ സിസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയത്തിലെ ഇടവക പുരോഹിതനാണ് ഇവിടെ പ്രസംഗം പറയുന്നത്. അച്ഛൻ പ്രസംഗം പറഞ്ഞു. സത്യത്തിൽ ഈ വ്യക്തി എങ്ങനെയാണ് മരിച്ചത് എന്നൊന്നും അച്ഛനറിയില്ല. ആൾ മരിച്ചു, ഒക്കെ സംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നു. അപ്പോൾ ഇദ്ദേഹം മരിച്ചത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജോലി കള്ളവാറ്റായിരുന്നു. അങ്ങനെ കള്ളവാറ്റ് ചെയ്തായിരുന്നു മക്കളെ വിവാഹം ചെയ്തു കൊടുത്തത്, അങ്ങനെ മക്കളെ പഠിപ്പിച്ചത്, എല്ലാ കാര്യവും ചെയ്തത്. മകൾ കന്യാസ്ത്രീ ആയെന്ന് പറഞ്ഞിട്ടും അപ്പൻ കള്ളവാറ്റ് നിർത്താനൊന്നും പോയില്ല, കള്ളവാറ്റ് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കള്ളവാറ്റ് നടത്തുമ്പോൾ, ഒരു ഡാമിൻ്റെ സൈഡിൽ വെച്ച് കള്ളവാറ്റ് നടത്തുമ്പോൾ പോലീസ് ഇദ്ദേഹത്തെ ഓടിക്കുകയും ഇദ്ദേഹത്തെ കണ്ടെത്തുകയും ആ ഒരു പോലീസ് സെർച്ചിങ്ങിൽ ഇദ്ദേഹം ഓടി ആറ്റിൽ വീണ്, ഈ പറയുന്ന ഡാമിൽ വീണ് വെള്ളത്തിൽ മുങ്ങിയാണ് ഇദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടത്തിനിടയിൽ ഡാമിൽ വീണ് മരിച്ച വ്യക്തിയുടെ ശുശ്രൂഷയ്ക്കാണ് നമ്മുടെ ഈ പറയുന്ന അച്ഛൻ വന്നിരിക്കുന്നത്. അച്ഛൻ്റെ പ്രസംഗം ഇങ്ങനെയാണ്. വളരെ നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡാഷ് ചേട്ടൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ പലർക്കും ചിലപ്പോൾ അറിയാൻ പറ്റും. ഈ ചേട്ടന് വളരെ നല്ല രീതിയിൽ ഒരു മകളെ സഭയ്ക്ക് കൊടുത്തു, മറ്റ് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പ്രസംഗം ഇങ്ങനെ ദീർഘിപ്പിച്ച് അവസാനം പറഞ്ഞു, വളരെ ശ്രേഷ്ഠമായി അദ്ദേഹം തൻ്റെ ക്രിസ്തീയ ജീവിതം നല്ലവണ്ണം ഓടി ഓട്ടം പൂർത്തിയാക്കി ജീവൻ്റെ കിരീടം ദൈവം ഈ ദാസന് കൊടുത്തു.
അവിടെ ഉണ്ടായിരുന്ന അയൽവക്കക്കാർ ചിരിക്കാൻ തുടങ്ങി. കാരണം നല്ലവണ്ണം ഓടി, പക്ഷേ പോലീസിൻ്റെ പിടിയിൽപ്പെടാതെ നല്ലവണ്ണം ഓടിയെങ്കിലും ആ ഓട്ടം പൂർത്തിയാക്കാൻ ചേട്ടന് കഴിഞ്ഞില്ല. ചേട്ടൻ ഡാമിൽ വീണ് മരണപ്പെട്ടു എന്നുള്ളതാണ് ഇവരുടെ ഉള്ളിൽ വരുന്നത്. അപ്പോഴാണ് അച്ഛൻ പറയുന്നത്, ഇതാ ഈ ചേട്ടൻ നല്ലവണ്ണം ഓടി, ഓട്ടം പൂർത്തിയാക്കി, ജീവന്റെ കിരീടം ദൈവം ഈ ചേട്ടന് കൊടുത്തു. സത്യത്തിൽ ജീവന്റെ കിരീടമാണോ ഈ ചേട്ടന് കിട്ടിയത്? അതെയോ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഈ ഒരു തലക്കെട്ടാണോ ഈ ചേട്ടന് കിട്ടിയത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അത് ചിന്തിക്കുന്നവന് മാത്രമുള്ള കാര്യമാണ്. എന്തായാലും ജനം ചിരിക്കാൻ തുടങ്ങി. സിസ്റ്റർ പയ്യെ കണ്ണിട്ട് കാണിച്ചു, അച്ഛാ പ്രസംഗം നിർത്ത്, ഇനി കൂടുതലായ നാട്ടുകാർ മുഴുവൻ ചിരിക്കും, മുഴുവൻ കളിയാക്കും എന്ന് പറഞ്ഞു. പക്ഷേ അച്ഛനുണ്ടോ കാര്യം മനസ്സിലാവുന്നു. അച്ഛൻ വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ. കാരണം ഇതാ ഒരു മകളെ ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ നാട്ടുകാരെല്ലാവരും നോക്കിക്കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവനെ തൂക്കി പിന്നെ മാർക്കറ്റിലാണോ കൊടുത്തേ എന്ന ചിന്തയൊക്കെ ആളുകൾക്കുണ്ട്. ഇങ്ങനെ അച്ഛൻ എങ്ങനെയെങ്കിലും ബൂസ്റ്റപ്പ് ചെയ്ത് ഈ ജനത്തെ ഒന്ന് സന്തോഷിപ്പിക്കുക, മാത്രമല്ല സഭയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ കൊടുത്തതുപോലെ ഇനിയും കൊടുക്കാനുള്ളൊരു പ്രചോദനം കൊടുക്കുക. ഇതൊക്കെയാണ് അച്ഛൻ്റെ ഉദ്ദേശം. പലപ്പോഴും നമ്മുടെ മരണ ശുശ്രൂഷകളിലുള്ള പ്രസംഗം ഇത്തരത്തിലല്ലേ? ആ വ്യക്തിയുടെ ഭൗതിക ജീവിതത്തെക്കുറിച്ച് നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം, അച്ഛൻ്റെ ഒരു വാക്കുകൊണ്ടല്ല. കഴിഞ്ഞ മാസം വന്ന് ഭരണമേറ്റെടുത്ത അച്ഛൻ തള്ളി മറയ്ക്കുന്നത് നോക്കിയിട്ടല്ല ജനം ഈ വ്യക്തിയെ മനസ്സിലാക്കുന്നത്. കാരണം ഈ വ്യക്തി ജനിച്ചപ്പോൾ മുതൽ ഈ വ്യക്തിയുടെ പ്രവൃത്തി മണ്ഡലങ്ങൾ അറിയുന്നവരുടെ മുൻപിലാണ് ഈ പ്രസംഗം നടത്തുന്നതെന്ന്, ഈ പ്രഹസനം നടത്തുന്നതെന്ന് സത്യത്തിൽ പലരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. തള്ളിക്കയറ്റാൻ ഒരിക്കലും സാധിക്കത്തില്ല. ജീവന്റെ കിരീടം മനുഷ്യന് കൊടുക്കാൻ പറ്റത്തില്ല, അത് ദൈവത്തിന് മാത്രമേ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവമാണ് ജീവന്റെ കിരീടം കൊടുക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നല്ലവണ്ണം ഓടുന്നു, അത് നേടിയെന്നല്ല, അത് നേടാൻ ഞാൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു, ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ തൻ്റെ ലേഖനത്തിൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നു. തിമോത്തി ലേഖനത്തിൽ പറയുകയാണ്, 2 തിമോത്തി തൻ്റെ മരണത്തിന് തൊട്ടു മുൻപ് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ നല്ലവണ്ണം ഓടി, ജീവന്റെ കിരീടം ദൈവം എനിക്ക് നൽകും എന്ന വിശ്വാസം, പ്രത്യാശ അപ്പോസ്തലനായ പൗലോസ് ശക്തമായിട്ട് പറയുകയാണ്. നമുക്ക് എത്ര പേർക്കുണ്ട് ഈ പ്രത്യാശ? നല്ലവണ്ണം ഞാൻ ഓടിയോ? ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം നന്നായിട്ടാണോ ഓടിയത്? ഞാൻ എൻ്റെ ജീവിതത്തിലായിരിക്കുമ്പോൾ, എൻ്റെ പ്രവൃത്തിയിലായിരിക്കുമ്പോൾ, എൻ്റെ ഭൗതിക ജീവിതത്തിലായിരിക്കുമ്പോൾ എനിക്ക് നല്ലവണ്ണം ഓടാൻ കഴിഞ്ഞോ? ജീവൻ്റെ കിരീടത്തിന് യോഗ്യത എനിക്കുണ്ടോ എന്ന് സ്വയം നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് രാത്രി അല്ലെങ്കിൽ ഈ നിമിഷം മരണപ്പെട്ടാൽ ദൈവത്തിൻ്റെ കിരീടം എനിക്ക് ലഭിക്കുമോ എന്ന് ഓരോ ജീവിച്ചിരിക്കുന്ന വിശ്വാസിയും ഇന്നത്തെ ദിവസം തന്നെ ചിന്തിക്കണം. അല്ലാതെ മരിച്ചതിന് ശേഷം ആരെങ്കിലും തള്ളിക്കയറ്റുമെന്നോ ഒപ്പീസ് എല്ലിക്കയറ്റുമെന്നോ പ്രാർത്ഥിച്ച് ഉന്നതങ്ങളിലേക്ക് എത്തിക്കുമെന്നോ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരു പ്രതീക്ഷയല്ല ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ടത്. പകരം ജീവിക്കുമ്പോൾ, പരസ്യത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവരായിരിക്കണം ക്രിസ്ത്യാനി. ഒരു വ്യക്തി നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കമൻറ്റുകളുണ്ട്, എല്ലാം വായിക്കാൻ പോയ സമയമില്ല. എന്നാൽ ഈ ഒരു കമൻ്റ് ഒന്ന് വായിക്കണമെന്ന് ആഗ്രഹിക്കുക. ലോട്ട് ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നാണ് ഈ കമൻറ്റ് വന്നിരിക്കുന്നത്. നന്നായി പഠിച്ചിട്ട് വീഡിയോ ഇടൂ. വിശുദ്ധ കുർബാന വഴി മാത്രമേ ഒരാൾക്ക് ശുദ്ധീകരണ സ്ഥലത്തും സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. കർത്താവ് തന്നെ സെയിൻറ്റ് ജെത്രോദിന് കൊടുത്ത പ്രയറിൽ എന്താണ് പറയുന്നത്? നിത്യപിതാവേ, ഈ ജെത്രോദിൻ്റെ പ്രാർത്ഥനയാണ് പിന്നീട് ഈ സഹോദരിയാണോ സഹോദരനാണോ ആരോ എഴുതി വച്ചിരിക്കുന്നത്. നിത്യപിതാവേ, ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളിൽ നിന്നും അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ പരിശുദ്ധാത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെയും എൻ്റെ വീട്ടിലെയും കുടുംബത്തിലെയും പാപികൾക്കും വേണ്ടി ഞാൻ കാഴ്ചവെച്ചുകൊള്ളുന്നു. ആമേൻ. അപ്പം നമ്മൾ പിതാവിൻ്റെ സന്നിധിയിൽ ഒരു കാഴ്ച കൊടുക്കുകയാണ്. അതെന്താണ്? ഇന്ന് ലോകമാസമകലം അർപ്പിക്കപ്പെടുന്ന യേശുവിൻ്റെ രക്തം, തിരുക്കുമാരൻ്റെ രക്തം. ഇതാർക്കോ കൊടുക്കുന്നത്? പിതാവിന് കൊടുക്കുക. എന്നിട്ട് പിതാവിനോട് പറയുക, ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെ എന്ത് ചെയ്യണം? നീ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കണം. ഇവിടെ പിതാവായ ദൈവത്തെ രക്തക്കൊതിയനാക്കി മാറ്റുന്നു. പുത്രനായ ദൈവത്തിൻ്റെ രക്തം കൊതിച്ചു നിൽക്കുന്ന ഒരു രക്തക്കൊതിയനാക്കി പിതാവായ ദൈവത്തെ ഒരു രക്തരക്ഷസാക്കി മാറ്റുക ഈ ജെത്രോദിൻ്റെ പ്രാർത്ഥനയിൽ. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ ദൈവം ആഗ്രഹിക്കുന്നത്? യഥാർത്ഥത്തിൽ തൻ്റെ തിരുക്കുമാരനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ മറുവിലയായി നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെടേണ്ടതിന് അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടിയിട്ട് അവൻ ഒഴുക്കിയത്. അവൻ ഒരിക്കലായി ഗാഗുൽത്തായിൽ ചിന്തിയ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായെന്ന വചനം പറഞ്ഞിരിക്കുന്നത്.
നമ്മളെ അത്രമാത്രം ദൈവം, പിതാവായ ദൈവം സ്നേഹിച്ചു. അതുകൊണ്ട് ആ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പിതാവ് ഒരു രക്തക്കൊതിയനായ രക്തരക്ഷസല്ല, പകരം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹവാനായ പിതാവാണെന്നാണ് വചനം നമ്മളെ മുമ്പിൽ കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ജത്രോദിന് വെളിപ്പെട്ടത് രക്തരക്ഷസായ ഒരു പിതാവിനെയാണ് കാണിച്ചു വയ്ക്കുന്നത്. മാത്രമല്ല, ലോകത്താസഗമനം അർപ്പിക്കപ്പെടുന്ന രക്തം, തിരുക്കുമാരൻ്റെ രക്തം, എന്തിനു വേണ്ടിയിട്ടാണ് യേശുവിൻ്റെ രക്തം ഈ ഭൂമിയിൽ ഓരോ വിശുദ്ധ കുർബാനയിലും കടന്നു വരുന്നത്? വിശുദ്ധ ജനത്തിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ ജനം നിത്യജീവനിലേക്ക് എത്തുവാൻ, ദൈവരാജ്യത്തിലേക്ക് എത്തുവാൻ അവൻ്റെ ശരീരം, അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ഈ പറയുന്ന 2000 വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് വേണ്ടി ഒഴുക്കുകയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും. അല്ലാതെ വീണ്ടും യേശുവിനെ ക്രൂശി തറക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അവൻ പാപം ചെയ്ത് ക്രിസ്തുവിൽ നിന്നും അകന്നു പോകുന്നതിനെ കുറിച്ച് ഹെബ്രായ ലേഖനം നമുക്ക് വെളിപ്പെടുന്നു. ഹെബ്രായ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 4 മുതൽ, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ച് അറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു എന്ന്. യഥാർത്ഥത്തിൽ യേശുവിനെ വീണ്ടും ക്രൂശി തറയ്ക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയിലൂടെ യെശയ്യാ പ്രവചനം അതിൻ്റെ 53-ാം അധ്യായം 10-ാം വാക്യം, അവൻ ഈ ബലി അർപ്പിക്കുമ്പോൾ വരാനിരിക്കുന്ന തലമുറയെ കൂടി കണ്ട് നമുക്ക് വേണ്ടി ഇത് അർപ്പിക്കപ്പെടണം, അല്ലെങ്കിൽ നമുക്കും അതിൽ പങ്കാളികളാകണം, നിങ്ങളും ഇതേ രക്തത്തിൻ്റെ പങ്കാളികളാകണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് പുതിയ ഉടമ്പടി യേശു സ്ഥാപിക്കുകയും നിങ്ങൾ എൻ്റെ ആ ഓർമ്മയ്ക്കായി ഇത് ആചരിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അവൻ്റെ രക്തവും അവൻ്റെ ശരീരവും പാനം ചെയ്യുകയും ശരീരം ഭക്ഷിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയ ക്രിസ്തു ഇന്ന് വിശുദ്ധ കുർബാനയിൽ അവൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കുകയാണ്, നമുക്ക് വേണ്ടി ഇറങ്ങി വരിക. വിശുദ്ധ ജനത്തിന് വേണ്ടി നമുക്ക് ദൈവിക പങ്കാളിത്തം വരേണ്ടതിനാണ് ആ വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ ശരീരവും രക്തവുമാകുന്നത്. അല്ലാതെ അത് നമ്മുടെ വിശ്വാസം നിമിത്തമാണ്, കൃപയാലാണ്, വിശ്വാസം നിമിത്തമാണ് അവിടെ സംഭവിക്കുന്നത്, അല്ലാതെ മറ്റൊന്നല്ല. നമ്മൾ യേശുവിനെ വീണ്ടും ക്രൂശി തറച്ച് പിതാവിനെ ഈ ബലി, ഈ രക്തം സമർപ്പിച്ചുകൊണ്ട് ഇതാ ജത്രൂദിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. രക്തക്കൊതിയനായ രക്തരക്ഷസായ പിതാവേ, നീ ഈ യേശുവിൻ്റെ രക്തം സ്വീകരിച്ചു ശുദ്ധീകരണ സ്ഥലത്തുള്ള അനേക ആത്മാക്കളെ വിടുവിക്കണമെന്നാണോ പ്രാർത്ഥിക്കണ്ടേ? അങ്ങനെ പ്രാർത്ഥിക്കാനാണോ വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിച്ചത്? അങ്ങനെ ഒരു പ്രാർത്ഥനയാണോ ദൈവം നമ്മുടെ മുൻപിൽ വെച്ച്? അല്ല, ഒരിക്കലുമല്ല. ദൈവജനത്തെ വഞ്ചിക്കുകയായി ഇത്തരം വെളിപ്പാടുകൾ ലഭിച്ചു എന്ന് പറയുന്ന ചില വ്യക്തികൾ. ജത്രൂദിനെ പോലെ ഇത്തരം പ്രാർത്ഥനകൾ കൊണ്ടുവന്ന് നമ്മളെ വഴിതെറ്റിക്കുന്ന, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ഉണ്ടെന്ന് പറഞ്ഞ് വഴിതെറ്റിക്കുന്ന ഇത്തരം ആത്മാക്കളെ ഇനിയെങ്കിലും തിരിച്ചറിയുക. ഇത് ദൈവത്തിൽ നിന്നാണോ, ഇത് ദൈവികമാണോ, ഇത് ദൈവവചന അടിസ്ഥാനത്തിലാണോ എന്ന് ഇനിയെങ്കിലും നമ്മൾ പരിശോധിക്കുക. അല്ലെങ്കിൽ നമ്മൾ മരിക്കുമ്പോഴും അത് കള്ളവാറ്റ് നടത്തി പോലീസ് ഓടിച്ചപ്പോൾ വെള്ളത്തിൽ പോയി മരിച്ചോ, അല്ലെങ്കിൽ ഏതൊക്കെ തിന്മ ചെയ്ത് മരിച്ചോ, പാപം ചെയ്ത് മരിച്ചോ, ഏതൊക്കെ തിന്മയിൽ അകപ്പെട്ട് ജീവിച്ചോ, ഇതൊന്നും നമ്മുടെ ഇടവക പുരോഹിതൻ നോക്കത്തില്ല. അവൻ നല്ലവണ്ണം ഓടി, പോലീസ് ഓടിച്ചു, ജീവിച്ചില്ല, മരിച്ചു, വെള്ളത്തിൽ വീണു, അവന് ജീവൻ്റെ കിരീടം ലഭിക്കുമെന്ന് ഇവിടുത്തെ അച്ഛന്മാർ പറയും. പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പരിശോധിക്കുമ്പോൾ ഈ ആത്മാവിനെ കാണുമോ ഇല്ലയോ എന്നറിയത്തില്ല. അത് ദൈവത്തിനെ അറിയൂ എന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും നമുക്കുണ്ടാകണം. ഒറ്റ കാര്യമേ ഈ ഒരു 10 വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ, ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം മാനസാന്തരപ്പെടണം, ദൈവത്തെ അറിയണം, യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കണം. യേശു പറഞ്ഞ സുവിശേഷം അനുസരിച്ച് മാനസാന്തരത്തിൽ ജീവിക്കാൻ നീ തയ്യാറാണെങ്കിൽ ദൈവരാജ്യം നീ അവകാശമാക്കും. അല്ലെങ്കിൽ ആരൊക്കെ വന്ന് ഒപ്പീസില്ലാലും, എത്ര കുർബാന ചൊല്ലിച്ചാലും, ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിയാലും, എന്തൊക്കെ പ്രാർത്ഥന ഈ ഭൂമിയിൽ നമ്മുടെ മക്കളോ തലമുറകളോ ചൊല്ലിയാലും, എത്ര പണം ചെലവഴിച്ചാലും, എത്ര പ്രവൃത്തി ചെയ്താലും ദൈവരാജ്യത്തിൻ്റെ പടി പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം അത് ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന, മാനസാന്തരപ്പെട്ട് യേശുവിനെ ഏറ്റുപറയുന്നവനുള്ള ദൈവവാതിലാണ് എന്ന് ദൈവവചനം, റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം, യേശു കർത്താവാണെന്ന് നീ ഏറ്റുപറയുക, ആദരം കൊണ്ട് ഏറ്റുപറയുക, ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രക്ഷയ്ക്ക് മാനസാന്തരമല്ലാതെ, രക്ഷയ്ക്ക് യേശുവിനെ അറിയുകയല്ലാതെ, രക്ഷയ്ക്ക് യേശുവിനെ ജീവിതത്തിൽ പരസ്യമായി സ്വീകരിക്കുകയല്ലാതെ
മറ്റൊരു വഴിയില്ല എന്ന് ക്രിസ്ത്യാനി നീ തിരിച്ചറിയണം. മറ്റൊരു എളുപ്പമാർഗ്ഗമില്ല എന്ന് നീ മനസ്സിലാക്കണം. മറ്റ് എളുപ്പമാർഗ്ഗം മുഴുവൻ പണസമ്പാദനത്തിന് വേണ്ടി മനുഷ്യനുണ്ടാക്കിയതാണെന്ന് തിരിച്ചറിയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ജീവിതത്തിലായിരിക്കുമ്പോൾ മാനസാന്തരപ്പെടുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ക്രിസ്തുവിലായിരിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവവചനം സ്വീകരിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.